അത് ഏതാണ് ഇക്വേഷൻ? എക്സും വൈയും ആറും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് വേണം. ഓൾറെഡി നമ്മൾ ഈ ഡാർട്ട് എറിഞ്ഞ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ വന്ന് ഡാർട്ട് കൊള്ളുന്നെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ളതാണ് അതിന്റെ വൈ ഡിസ്റ്റൻസും, അതുപോലെ ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ളതാണ് അതിന്റെ എക്സ് ഡിസ്റ്റൻസും. അതാണ്ട് ഈ കാണുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ സെന്ററിൽ നിന്ന് ഡാർട്ട് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആറും. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഒരു പ്രോപ്പർട്ടി എന്താ? എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ അല്ലേ? എന്ത്? എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. സോ നമുക്ക് ഇതല്ലേ നമ്മൾ തപ്പി നടന്ന ഫംഗ്ഷൻ? എന്ത്? എക്സിനെയും വൈനെയും ആറിനെയും കണക്ട് ചെയ്യുന്ന ഒരു സാധനം. എന്ത്? എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് അല്ലേ? അതായത് എക്സിനെയും വൈനെയും ആറിന്റെ ടേമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. അപ്പം സിമ്പിൾ ആണ്. ഇതാ ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടി എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടി. സോ എക്സിനെയും വൈനെയും ആറിന്റെ ടേമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അവർ ഒറ്റ കാര്യം ചെയ്താൽ മതി, എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞ ആറിന്റെ ടേമിൽ കിട്ടും. സോ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് വേണ്ടുന്ന റിക്വയർഡ് ഫംഗ്ഷൻ അകത്ത് എന്ത്? എക്സിനെയും വൈനെയും സം ചെയ്തേക്കുക. എന്ത്? എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ എന്ന്, അതായത് എക്സിന്റെ സ്ക്വയറിനെയും വൈന്റെ സ്ക്വയറിനെയും സം ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആർ സ്ക്വയർ കിട്ടും. ഓക്കെ, അത് മനസ്സിലായേ? അതാണ് നമ്മളിതാ ഇവിടെ ബേസിക്കലി എഴുതി വെച്ചേക്കുന്നത്. എക്സിനെയും വൈനെയും, അതായത് പ്രോബിലിറ്റി ഡെൻസിറ്റി ഓഫ് എക്സും പ്രോബിലിറ്റി ഡെൻസിറ്റി ഓഫ് വൈയും നമ്മൾ പ്രോബിലിറ്റി ഡെൻസിറ്റി അറ്റ് ആറിന്റെ ടേമിൽ റെപ്രസെന്റ് ചെയ്തേക്കുക. അതാണ് ബേസിക്കലി ഈ കാണുന്ന ഇക്വേഷൻ. കാരണം നമുക്ക് ഇനി ഈ എഫ് ഓഫ് എക്സിന്റെ എഫ് ഓഫ് ഐ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്താ പ്രശ്നം? കാരണം അത് യൂസ് ചെയ്താൽ നമുക്ക് മറ്റുള്ള കോർണറൊക്കെ കിട്ടി, മറ്റേ സെയിം ഡിസ്റ്റൻസിൽ പല പല പ്രോബിലിറ്റി ഡെൻസിറ്റിയും പല ഡിസ്റ്റൻസുകളിൽ സെയിം പ്രോബിലിറ്റി ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇഷ്യൂ കിട്ടും. അപ്പൊ നമുക്ക് ഇനി തൊട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വരെ നമ്മൾ എന്ത് ചെയ്യാൻ പോയി? ഈ ഇക്വേഷനെ മൊത്തം മൈഗ്രേറ്റ് ചെയ്ത് ഇതിനെ ആറിന്റെ ടേമിൽ എഴുതാൻ പോവാ. ആറിന്റെ ടേമിൽ നമ്മൾ എഴുതണം. അവിടാണ് ചലഞ്ച്. മനസ്സിലായോ? അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അതായത് നമുക്ക് ഓൾറെഡി എല്ലാം കിട്ടി, നമ്മൾ ഇനി അതിനെ എല്ലാം കൂടെ വാരി പറക്കി കൂട്ടിയാൽ മതി. കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവച്ചാൽ മതി. അതായത് ഈ കാണുന്ന എഫ് ഓഫ് എക്സും എഫ് ഓഫ് ഐയും രണ്ട് ഫംഗ്ഷൻസ് ആണ്. ആ ഫംഗ്ഷൻസ് എന്ത് റിട്ടേൺ ചെയ്യും? പ്രോബിലിറ്റി ഡെൻസിറ്റി അറ്റ് എക്സും പ്രോബിലിറ്റി ഡെൻസിറ്റി അറ്റ് വൈയും. അവരെ നമ്മൾ എങ്ങനെ ഇവിടെ ആ പ്രോബിലിറ്റി ഡെൻസിറ്റി അറ്റ് സിംഗിൾ പോയിന്റ് കിട്ടുന്ന അവരെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ? അതായത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുക. മനസ്സിലായ? പക്ഷെ നമുക്ക് അവരെ ആറിന്റെ ടേമിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ എന്ത് പറ്റും? നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് എഴുതാം. അവിടെ പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവിടെ സം ചെയ്തേക്കുക. അതായത് ഈ കാണുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ പ്രോബിലിറ്റി ഡെൻസിറ്റി അറ്റ് എ പോയിന്റ് തരും. ഏത്? എക്സ് വൈ. ഇവരെ റെപ്രസെന്റ് ചെയ്തേക്കുന്ന എക്സിന്റെയും വൈന്റെയും ടേമിലാണ്. ആൻഡ് ഇവർ ആറുമായിട്ട് ഡിപ്പെൻഡന്റ് ആണ്. എന്താ കാരണം? കാരണം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് ആർ സ്ക്വയർ ആണ് റിട്ടേൺ ചെയ്യുന്നത്. സോ ഇതാണ് നമുക്ക് വേണ്ടുന്ന എന്ത്? ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇവിടം തൊട്ടാണ് ശരിക്കും പ്രശ്നം തുടങ്ങുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന ലെഫ്റ്റിലുള്ള ഈ ഫോമിൽ നിന്ന് എക്സിന്റെയും വൈന്റെയും ടേമിൽ മാത്രമുള്ള ഫോമിൽ നിന്ന് നമ്മൾ മൈഗ്രേറ്റ് ചെയ്താണ് ഈ കാണുന്ന റൈറ്റിലെ എക്സിന്റെയും വൈന്റെയും ആറിന്റെയും ടേമിലുള്ള ഫംഗ്ഷൻ ആക്കി കൊണ്ടുവന്നത്. ഓക്കെ, ഇവിടെ എന്താ? ഇതും ഈ കാണുന്ന എഫ് ഓഫ് എക്സിന്റെ എഫ് ഓഫ് ഐ എന്താ? പി ഓഫ് എക്സ് ഐ തന്നെ, അതായത് പ്രോബിലിറ്റി ഡെൻസിറ്റി അറ്റ് എ പോയിന്റ്. ഈ കാണുന്ന ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ? അതും പ്രോബിലിറ്റി ഡെൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് തന്നെയാണ്. ഓക്കെ, ആറിനെ ഡിപ്പെൻഡ് ചെയ്ത രീതിയിൽ നമ്മൾ ഈ കാണുന്ന രീതിയെയാണ് ഈ കാണുന്ന രീതിയിലോട്ട് കൊണ്ടുവന്നത്. എന്താ കാരണം? നമ്മൾ ഈ കാണുന്ന എഫ് ഓഫ് എക്സിന്റെ എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞ രീതി ഉപയോഗിച്ചാൽ അവിടെ കോർണേഴ്സ് ഒക്കെ വരും. പക്ഷെ ഇവിടെ നിങ്ങൾ കണ്ട ഒരു മെയിൻ പ്രശ്നം കണ്ട, അതായത് ഇവിടെ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ഐ മൾട്ടിപ്ലിക്കേഷന്റെ ടേമിലാണ് എക്സും വൈയും കിടക്കുന്നത്. കണ്ടില്ലേ? അതായത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനും വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്തേക്കുക. പക്ഷെ അറ്റ് ദ സെയിം ടൈം റൈറ്റിൽ നോക്കിയാൽ റൈറ്റിൽ കിടക്കുന്ന ഫംഗ്ഷനിൽ എക്സിനെയും വൈനെ ആഡ് ചെയ്തേക്കുക. കണ്ടില്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതാണ് ഒരു പ്രശ്നം. അതായത് ലെഫ്റ്റില് എക്സിന്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അറ്റ് ദ സെയിം ടൈം റൈറ്റ് സൈഡിൽ എക്സിനെ വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനിൽ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനിൽ എക്സും വൈയും ആഡ് ചെയ്തേക്കുക. അതായത് ലെഫ്റ്റിൽ മൾട്ടിപ്ലിക്കേഷനും റൈറ്റിൽ അഡീഷനും. കണ്ടോ? സോ എന്ത് ചെയ്യും നമ്മളിനി? ലെഫ്റ്റിൽ മൾട്ടിപ്ലിക്കേഷൻ റൈറ്റിൽ അഡീഷനും വന്നൊരു ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ഏതാണ് ഈ ഫംഗ്ഷൻ എന്നാ? കാരണം നമ്മൾ ഇപ്പോഴും പറഞ്ഞു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് ഈ ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ചുമ്മാ യൂസ് ചെയ്യുന്ന വെറും ടേംസ്. എന്ത്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ ഹൊറിസോണ്ടൽ പ്രോബിലിറ്റി ഡെൻസിറ്റി റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്.
ഓക്കെ, അല്ലെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പ്രോബിലിറ്റി ഡെൻസിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഡെൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആർ. ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ ആണെന്നേ പറയുന്നുള്ളൂ. ഏതാണ് ആ ഫംഗ്ഷൻ? അതാ ക്വസ്റ്റ്യൻ. അതാ എല്ലാവർക്കും അറിയേണ്ടുന്നത്. നമ്മൾ കുറെ നേരമായിട്ട് പറയുന്നുണ്ടല്ലോ എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ ആണ്, എഫ് ഓഫ് ഐ ഒരു ഫംഗ്ഷൻ ആണ്, ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ ഒരു ഫംഗ്ഷൻ ആണ്. ഏതാണ് ആ ഫംഗ്ഷൻ? അതാണ് ചോദ്യം. അതിനാണ് നമുക്ക് ആൻസർ കണ്ടുന്നത്. ആ ഫംഗ്ഷൻ ഏതാണെന്ന് അറിയണമെങ്കിൽ ഈ കാണുന്ന സാധനത്തിന് നോക്കിയാൽ മതി. ലെഫ്റ്റിൽ വരുന്ന മൾട്ടിപ്ലിക്കേഷനെ റൈറ്റിൽ അഡീഷൻ ആക്കണമെങ്കിൽ അത് ഇന്ന് ഈ ലോകത്ത് എൻ്റെ അറിവിൽ ഒരേ ഒരു ഫംഗ്ഷനെ ചെയ്യാൻ പറ്റും, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. മനസ്സിലായി? അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി ഈക്വൽ ടു ഇ റേസ് ടു എ പ്ലസ് ബി. ലെഫ്റ്റിൽ എന്താ? എയുടെ ടേമിനെ എയെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഫംഗ്ഷനെ ബിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്തപ്പം റൈറ്റിൽ അത് വന്നപ്പോൾ എ പ്ലസ് ബിയെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫംഗ്ഷനായി. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കൊണ്ടുവന്നത്. ലെഫ്റ്റിൽ മൾട്ടിപ്ലിക്കേഷൻ ടേമിൽ വരുന്നതിനെ റൈറ്റിൽ അഡീഷൻ ടേമിൽ കൊണ്ടുവരണം. സോ ഇന്ന് ഈ പരിപാടി ചെയ്യാൻ നമുക്ക് ഒരേ ഒരാളെ ഉപയോഗിക്കാൻ പറ്റും, അവനാണ് എക്സ്പോണന്റ് ഫംഗ്ഷൻ. ഓക്കെ, അതായത് നമ്മൾ നോക്കി നടന്ന ഫംഗ്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ എക്സ്പോണന്റ് ഫംഗ്ഷൻ ആണ്. അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഈ കാണുന്ന എക്സിന്റെയും വൈന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേമിലുള്ളതിനെ നമുക്കൊരു അഡീഷൻ ടേമിൽ കൊണ്ടുവന്ന് എഴുതാൻ പറ്റൂ. എന്തിന് അഡീഷൻ ടേമിൽ എഴുതണം? എന്തിന്? കാരണം എന്നാൽ മാത്രം നമുക്ക് അതിനെ ആറുമായിട്ട് ഡിപ്പെൻഡന്റ് ആക്കാൻ പറ്റൂ, അല്ലെ ആറിന്റെ ടേംസിൽ കൊണ്ടുവന്ന് എഴുതാൻ പറ്റൂ. മനസ്സിലായി? അതായത് നമുക്കറിയാവുന്ന എക്സിനെയും വൈനെയും ആറിനെയും കണക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫംഗ്ഷൻ ആരാ? എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഈ ഒരു ഒറ്റ സാധനം മാത്രമേ നമ്മുടെ കയ്യിൽ ഇരിപ്പുള്ളൂ. ഈ ഒരു ഒറ്റ ഇക്വേഷനാണ് എക്സിനെയും വൈനെയും ആറിനെയും കണക്ട് ചെയ്യുന്നത്. അല്ലാതെ എക്സിന്റെ വൈ ചെയ്താൽ നമുക്ക് ആറ് കിട്ടുമോ? ഇല്ലല്ലോ. എക്സ് സ്ക്വയറിന്റെ വൈ സ്ക്വയർ ചെയ്താൽ നമുക്ക് ആർ സ്ക്വയർ കിട്ടുമോ? ഇല്ലല്ലോ. നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ ചെയ്താൽ മാത്രമേ ആറ് കിട്ടൂ. സോ എക്സിന്റെയും വൈന്റെയും ടേമിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, അഡീഷന്റെ ടേമിൽ കൊണ്ടുവരണം. കണ്ട, എക്സിന്റെ ടേം എക്സ് സ്ക്വയർ പ്ലസ് വൈന്റെ ടേം വൈ സ്ക്വയർ ഈക്വൽ ടു എന്ത്? ആർ സ്ക്വയർ കിട്ടി. മനസ്സിലായി? ഇവരെ രണ്ടിനെ ആഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആറിന്റെ ടേമിലോട്ട് കിട്ടൂ. സോ ഈ കാണുന്ന എക്സിന്റെയും വൈന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേമിൽ ഇനി ഇവർ ഇരുന്നിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് കാര്യമില്ല? കാരണം എഫ് ഓഫ് എക്സിന്റെ എഫ് ഓഫ് ഐ എടുത്താൽ നമുക്ക് എന്തേ കിട്ടും? ഒരു സ്ക്വയർ ഷേപ്പിലുള്ള സാധനമേ കിട്ടൂ. അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? സെയിം ഡിസ്റ്റൻസിൽ ഡിഫറെന്റ് പ്രോബിലിറ്റി ഡെൻസിറ്റീസ് കിട്ടുക, അല്ലേ സെയിം പ്രോബിലിറ്റി ഡെൻസിറ്റി ഉള്ളത് ഡിഫറെന്റ് ഡിസ്റ്റൻസുകളിൽ ഇരിക്കുക. അങ്ങനത്തെയൊക്കെ ഭയങ്കര ഭീകരമായിട്ടുള്ള ഇഷ്യൂസ് വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് അതിനെ എക്സിനെയും വൈനെയും മാത്രം വെച്ചാൽ പോരാ, ആറിന്റെ ടേമിൽ കൊണ്ടുവന്ന് റെപ്രസെന്റ് ചെയ്യണം. ആൻഡ് നമുക്ക് ആകെപ്പാടെ അറിയാവുന്ന ഒരേ ഒരു ഇക്വേഷൻ അതേ ഉള്ളൂ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ മൾട്ടിപ്ലിക്കേഷൻ ടേമിൽ കിടക്കുന്ന എഫ് ഓഫ് എക്സിനെ എഫ് ഓഫ് ഐനെ, ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്തുകൊണ്ട് ഇവര് മൾട്ടിപ്ലിക്കേഷനായി? കാരണം എഫ് ഓഫ് എക്സും എഫ് ഓഫ് ഐയും ഇൻഡിപെൻഡന്റ് പ്രോബിലിറ്റി ഡെൻസിറ്റീസ് ആണ്. ഓക്കെ, ആ സ്പെസിഫിക് പോയിന്റിലെ ടോട്ടൽ പ്രോബിലിറ്റി ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അവിടെയുള്ള ഇൻഡിപെൻഡന്റ് പ്രോബിലിറ്റി ഡെൻസിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യണം. പ്രോബിലിറ്റിയുടെ ലോയാ. സോ നമുക്കത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേ പറ്റൂ. പക്ഷേ ഈ മൾട്ടിപ്ലിക്കേഷനും കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം എന്ത് പറ്റും? ആ സ്ക്വയർ ഷേപ്പിലുള്ള സാധനം കിട്ടും. അപ്പോൾ സർബത്ത് എറർ അടിക്കും. അപ്പോൾ നമുക്ക് എന്ത് വേണം? സിമ്മട്രിക് ആയിട്ട് ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ വേണം. അത് എന്തിന്? ഈ എക്സ് സ്ക്വയറിനെ വൈ സ്ക്വയറിനെ ആറിന്റെ എക്സിനെയും വൈനെയും നമുക്ക് ആറിന്റെ ടേമിൽ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ അപ്പാടെ നമ്മുടെ കയ്യിൽ ഒരേ ഒരു ഫംഗ്ഷനുള്ള എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. സോ അതുകൊണ്ട് എക്സിന്റെയും വൈന്റെ ഈ കാണുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേമിൽ വരുന്ന സാധനത്തിനെ നമുക്ക് അഡീഷന്റെ ടേമിൽ റെപ്രസെന്റ് ചെയ്യാൻ ഇന്ന് ഈ ലോകത്ത് ഞാൻ പറഞ്ഞതിന്റെ കൂട്ട് ഒരൊറ്റ ഫംഗ്ഷനേ ഉള്ളൂ, അത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഈ രീതി ചിന്തിക്കില്ല, എന്ത് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ഐ തന്നെയാണ്. അതുപോലെ പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടിനെ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് എഴുതിയാൽ. അങ്ങനല്ല, പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ആക്ച്വലി എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ഐ ആണ്. നമ്മളെ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ഐ ആണ് ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതിയത്. അതിന്റെ കാരണം എന്താ? ഈ കിട്ടുന്നത് ഒരു മൾട്ടിപ്ലിക്കേഷന്റെ ടൈമിൽ കിടക്കുന്നതാ, എക്സിന്റെ വൈന്റെ. നമുക്ക് അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് അഡീഷന്റെ ടൈമിൽ തന്നെ കിട്ടണം. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഫോമിനെ മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ടാക്കിയതാ. അതുകൊണ്ട് മാത്രമാണ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ കുറെ നേരോട്ട് പറയുന്നല്ലോ എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് ഐ, ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവരൊക്കെ ആരാ ബേസിക്കലി? ഇവരൊക്കെ ഓരോ ഫംഗ്ഷൻസ് അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫംഗ്ഷനാ. എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫംഗ്ഷനാ. ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫംഗ്ഷനാ. എഫ് ഓഫ് എക്സ് ആരെയാ ഇൻപുട്ട് ചെയ്യുന്നത്? ആരെയാ വാങ്ങിക്കുന്നത്? എക്സ് വാല്യൂവിനെ. എഫ് ഓഫ് ഐ ആരെയാ വാങ്ങിക്കുന്ന വൈ വാല്യൂവിനെ. അതായത് എഫ് ഓഫ് എക്സ് ഡിപ്പെൻഡന്റ് ഒളി ഓൺ എക്സ്. എക്സിന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് എഫ് ഓഫ് എക്സ് മാറും, വൈന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് എഫ് ഓഫ് ഐ മാറും, എക്സിന്റെയും വൈന്റെയും വാല്യൂ മാറുന്നതനുസരിച്ച് ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മാറും.
ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസ്. എന്താണ് ഈ ഫംഗ്ഷൻസ് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ഡാർട്ട് എടുത്തൊരു പോയിന്റിൽ എറിഞ്ഞാൽ ആ പോയിന്റിലെ ഹൊറിസോണ്ടൽ പ്രോബിലിറ്റി ഡെൻസിറ്റി. ഓക്കെ, അതുപോലെ എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ നമ്മളോട് ഡാർട്ട് എടുത്തൊരു പോയിന്റിൽ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിലെ വെർട്ടിക്കൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് കീ. എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? ആ പോയിന്റിലെ ഹൊറിസോണ്ടൽ പ്രോബിലിറ്റി ഡെൻസിറ്റി എഫ് ഓഫ് എക്സും ആ പോയിന്റിലെ വെർട്ടിക്കൽ പ്രോബിലിറ്റി ഡെൻസിറ്റി എഫ് ഓഫ് വൈയും റെപ്രസെന്റ് ചെയ്യുമ്പോൾ ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആ പോയിന്റിലെ ടോട്ടൽ പ്രോബിലിറ്റി ഡെൻസിറ്റി റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, റെപ്രസെന്റ് ചെയ്യും. ആക്ച്വൽ വാല്യൂ അല്ല റിട്ടേൺ ചെയ്യുന്നത്. ആക്ച്വൽ വാല്യൂ റിട്ടേൺ ചെയ്യണം എന്ത് കാരണം? ആ പോയിന്റിൽ എക്സ് വാല്യൂ എടുത്ത് എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുത്താൽ ആ പോയിന്റിലെ ഹൊറിസോണ്ടൽ പ്രോബിലിറ്റി ഡെൻസിറ്റി കിട്ടും. ആ പോയിന്റിലെ വൈ വാല്യൂ എടുത്ത് എഫ് ഓഫ് ഐ ഇട്ട് കൊടുത്താൽ ആ പോയിന്റിലെ വെർട്ടിക്കൽ പ്രോബിലിറ്റി ഡെൻസിറ്റി കിട്ടും. ആ പോയിന്റിൽ എക്സും വൈയും വാല്യൂ എടുത്ത് ഇവിടെ കൊടുത്താൽ ഈ ഫംഗ്ഷനിൽ കൊടുത്താൽ ആ പോയിന്റിലെ ടോട്ടൽ പ്രോബിലിറ്റി ഡെൻസിറ്റി കിട്ടും. ആണേ. അപ്പോൾ എന്താണ് ബേസിക്കലി ഇവരെല്ലാം ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, അത് നമ്മൾ ഇപ്പം ലാസ്റ്റ് പറഞ്ഞു വെച്ചാൽ എന്താ? ഈ ഫംഗ്ഷൻ ആരാണ്? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. കാരണം ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന് മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ ടൈമിൽ ഇരിക്കുന്നതിനെ അഡീഷൻ ടൈമിലോട്ട് കൊണ്ടുവരാൻ പറ്റും. സോ അപ്പോൾ ബേസിക്കലി എഫ് ഓഫ് എക്സ് ആരാ? എക്സ്പോണൻറ്റ് ഫംഗ്ഷനാ. എഫ് ഓഫ് ഐ ആരാ? എക്സ്പോണൻറ്റ് ഫംഗ്ഷനാ. കാരണം നമ്മൾ ആ ഫംഗ്ഷനെ പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, എഫ് ഓഫ് എക്സ് എന്നും എഫ് ഓഫ് ഐ എന്നും. നമ്മൾ ഇത്ര നേരം ഫംഗ്ഷൻ ആണെന്നേ പറയുന്നുള്ളൂ. എന്ത് ഫംഗ്ഷനാണ് ഇതുവരെയും വാദം പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? എന്ത് ഫംഗ്ഷൻ ആണ് എന്നുള്ളതാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. സോ ബേസിക്കലി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോണൻറ്റ് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് വൈ എക്സ്പോണൻറ്റ് ഫംഗ്ഷൻ ആണ്. ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ്പോണൻറ്റ് ഫംഗ്ഷൻ ആണ്. കാരണം അത് എക്സ്പോണൻറ്റ് ഫംഗ്ഷന് മാത്രമേ ഈ പരിപാടി ഉപയോഗിക്കാൻ പറ്റൂ. സോ നമ്മൾ താഴോട്ട് വന്നതാണ്ടേ, നമ്മൾ പറഞ്ഞല്ലോ എക്സ്പോണൻറ്റ് ഫംഗ്ഷന് മാത്രമേ പറ്റുമെന്ന്. എക്സ്പോണൻറ്റ് ഫംഗ്ഷൻ്റെ ഐഡന്റിറ്റി എന്താ? ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി ഈക്വൽ ടു ഇ റേസ് ടു എ പ്ലസ് ബി. അതായത് എയുടെയും ബിയുടെയും മൾട്ടിപ്ലിക്കേഷൻ ടേമിൽ കിടക്കുന്നതിനെ എയുടെയും ബിയുടെയും അഡീഷൻ ടേമിലോട്ട് കൊണ്ടുവന്നു. ഇതാണ് ഏറ്റവും വലിയ കഴിവ്. ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ എയും ബിയും അല്ല, നമുക്ക് എക്സും വൈയും ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ശരിക്കും വേണ്ടുന്നത് എന്തോന്നാ? ആറിലോട്ട് എത്തിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടുന്നത്? എക്സും വൈയും മതിയോ? അല്ലല്ലോ, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ആർ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയറും വൈ സ്ക്വയറും അല്ലേ വേണ്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് നേരെ കൊണ്ടുവന്നാൽ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നോക്കാം. എയുടെയും ബിയുടെയും മൾട്ടിപ്ലിക്കേഷന്റെ ടേമിൽ ഉണ്ടായിരുന്ന ഒരു കാര്യത്തെ നമ്മുടെ എയുടെയും ബിയുടെയും അഡീഷന്റെ ടേമിലോട്ട് കൊണ്ടുവന്നു. മനസ്സിലായോ? ഇതാണ് ബേസിക്കലി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇതല്ലേ നമുക്കും വേണ്ടുന്നത്. നമുക്ക് എയും ബിക്കും പകരം എക്സും വൈയും ആണേ ഉള്ളു. അത്രേ ഉള്ളൂ, ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ നമുക്ക്. മനസ്സിലായോ? അപ്പൊ ഇനി എന്ത് ചെയ്യാം? നമ്മൾ ഇത്ര നേരം ചെയ്ത കാര്യം നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ പറഞ്ഞത് എക്സിന്റെയും വൈയുടെ ടേം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. എക്സും വൈയും മതി. ഇച്ചിരൂടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമുക്ക് വേറൊരു സാധനം ചെയ്തുകൂടെ? അതായത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഇക്വേഷൻ ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആണ് ആർ സ്ക്വയർ. അപ്പം എക്സിനും വൈക്കും പകരം എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഒന്ന് കൊടുത്ത് നോക്കിയാലോ? അതും സ്റ്റിൽ എക്സിന്റെ വൈൻ്റെ ടൈമിൽ തന്നെ അല്ലേ ഇരിക്കുന്നത്. കാരണം എക്സ് മാറിയ എക്സ് സ്ക്വയർ മാറും, വൈ മാറിയ വൈ സ്ക്വയർ മാറും. ഓക്കെ, ഫോർ ദ സിംപ്ലിസിറ്റി നമുക്ക് എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയറിൽ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കൊടുക്കുക. ഇല്ല, നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് റൂട്ടൊക്കെ വരും. അതിനെക്കാട്ടിൽ എന്താ, എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെ കൊണ്ടുവരാം. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ്റെ അകത്തോട്ട് ഇടാൻ പോകാം. നമ്മുടെ ഫംഗ്ഷൻ ആരാണ്? എക്സ്പോണൻറ്റ് ഫംഗ്ഷനാണ് നമ്മൾ വന്നിട്ടുണ്ട്. അതായത് എഫ് ഓഫ് എക്സും എഫ് ഓഫ് ഐയും ഫംഗ്ഷനാണ് നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു എക്സ്പോണൻറ്റ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് ആ ഫംഗ്ഷൻ? അതിനെ എങ്ങനെ എഴുതുന്നത്? അത് ഇതുവരെ നമ്മൾ വന്നില്ലല്ലോ. നമ്മൾ ആദ്യത്തെ 2 സ്റ്റെപ്പ് കഴിഞ്ഞു, ഓൾമോസ്റ്റ് ഫൈനലിലെത്തി. ഇനി പറയാൻ പോവാ എന്താണ് ആ ഫംഗ്ഷൻ. എക്സ്പോണൻറ്റ് ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇതിനെ എങ്ങനെ എഴുതുന്നത്? നമുക്ക് എക്സ്പോണൻറ്റ് ഫംഗ്ഷനെ വേണം ഇ റേസ് ടു എക്സ് എന്ന് എഴുതാമല്ലോ, അല്ലെങ്കിൽ ഇ റേസ് ടു 1/x സ്ക്വയർ എന്ന് എഴുതാമല്ലോ, അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാമല്ലോ, അല്ലെങ്കിൽ ഇ റേസ് ടു ലോഗ് എക്സ് അല്ല ഇ റേസ് ടു എന്ത് വേണേലും എഴുതാമല്ലോ. അതെല്ലാം എക്സ്പോണൻറ്റ് ഫംഗ്ഷൻ ആണല്ലോ. അതിൽ ഏത് എക്സ്പോണൻറ്റ് ഫംഗ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്? നമ്മൾ എടുക്കേണ്ടുന്നത് എഫ് ഓഫ് ജെ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ജെ സ്ക്വയറാണ്. ഓക്കെ, ഞാൻ ഇവിടെ ജെ എന്ന് പറഞ്ഞ ടൈം ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഇനി ഞാൻ ഇവിടെ എക്സ് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എല്ലാ സംശയം തോന്നും. നമ്മൾ ഓൾറെഡി എക്സും വൈയും ആറും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ജെ ഉപയോഗിച്ചത്.